ഈശോയുടെ ജനനം നമുക്ക് അനുസ്മരിക്കാൻ എല്ലാ മാലാഖമാരോട് ചേർന്ന് ഉണ്ണീശ്വരെ ആരാധിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കണം. ചേർന്ന് ഉണ്ണിയെ ആരാധിച്ച് നമുക്ക് പാടാം. Thank you.
സുഷിരം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾ ഇന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പോഴും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ തോമാശ്ലീഹായുടെ മധ്യസ്ഥം തേടി ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും അങ്ങ് കൈക്കൊള്ളുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നന്ദിയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ ജീവദായകമായ വചനങ്ങൾ കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരി, വെളിപാടിന്റെ പുസ്തകം നിന്നുള്ള വായന 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരുവായൂർ ശ്രദ്ധിച്ചാൽ. അനുഗ്രഹിക്കട്ടെ. സ്വർഗം തുറക്കപ്പെടുന്നതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ള കുതിര. അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാൻ എന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുത്തുകയും ചെയ്യുന്നു. അവന്റെ മിഴികൾ തീനാളം പോലെ, അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവന് ആലിംഗനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനമെന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരയുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. സർവ്വജനപദങ്ങളുടെയും മേൽ അത് പതിക്കും. ഇരുമ്പ് തണ്ടുകൊണ്ട് അവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിന്റെ ഉഗ്രക്രോധത്തിന്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അവന് മേലുകീഴിലും തുടയിലും എഴുതപ്പെട്ട നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം.
വിശുവായിക്ക് സ്തുതി. 18-ാം അധ്യായത്തിൽ 28 മുതൽ 37 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. യേശുവിനെ അവർ കയ്യാഫാസിന്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ മനുഷ്യനെതിരെ എന്ത് ആരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു, ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിച്ചുകൊള്ളുവിൻ. അപ്പോൾ യഹൂദർ പറഞ്ഞു, ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവദിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പ്രതിവദിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. നമുക്കിരിക്കാം. വിശാല സ്നേഹമുള്ളവരെ, നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച, നമ്മുടെ ആരാധനാ ക്രമവത്സരത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അത് ഈ വരുന്ന ഞായറാഴ്ചയാണ്. നമ്മളിവിടെ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിക്കുന്നു. സഭയിൽ അന്നേ ദിവസം ഈ 2 തിരുനാളുകൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈശോയുടെ രാജ്യത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോ രാജാവാണ് എന്ന് പീലാത്തോസ് അവൻ പോലും അറിയാതെ ഏറ്റുപറയുകയാണ്. ഈശോ രാജാവാണ്. എന്തിന്റെ രാജാവാണ് ഈശോ? സത്യത്തിന്റെ രാജാവാണ്. സത്യം കാത്തു സൂക്ഷിക്കുന്നവരുടെ രാജാവ്. ഈശോയുടെ ജീവിതത്തിൽ സത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്തുണ്ടായി? ഇന്ന് ബ്രദർ പറഞ്ഞു വെച്ചല്ലോ, യെരൂശലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനം. ജനം മുഴുവനും ഇളകി വശായി ഈശോയെ സ്വീകരിച്ചു കൊണ്ടുവന്നത് ഇപ്പൊ പീലാത്തോസിന്റെ അടുത്ത് പോയിട്ട് തട്ടിത്തെറിപ്പിച്ച് പീലാത്തോസിനെ താഴേക്കിട്ട് രാജാവാകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, തങ്ങൾക്ക് സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്ന് മോചനം നൽകി ഭൗതികമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകി തങ്ങളെ ഭരിക്കുന്ന ഈ ഒരു രാജാവ്. ഈശോ രാജാവായുള്ള മെച്ചം എന്താണ്? ഈശോ രാജാവായ പിന്നെ പണിക്ക് പോകണം? വേണ്ട. യഹൂദന്മാർക്ക് പിന്നെ പണിക്ക് പോകണ്ട. കാരണം അവരിങ്ങനെ കൈ കാണിച്ചാൽ അപ്പം നിറച്ചു വരും. ചികിത്സിക്കാൻ പോകണം, അതും വേണ്ട. ഈശോ ഒന്ന് കൈ കാണിച്ചാൽ രോഗസൗഖ്യം. യഹൂദന്മാരെല്ലാവരും കൂടി വിചാരിച്ചു, ഡ്രസ്സ് ഊരി വിരിച്ചാലും കുഴപ്പമില്ല, കൊമ്പും ചില്ലയും ഒടിച്ചു വിരിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല, ഇവനെ രാജാവാക്കണം, നമ്മൾ രക്ഷപ്പെട്ടു, പിന്നെ സുഖമായി. അങ്ങനെയാണ് ഇവനെ കൊണ്ട് ഓശാനയും വിളിച്ചു പോകുന്നത്. പിന്നെ ബ്രദർ പറഞ്ഞല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്കും ദേവാലയത്തിലേക്കും 2 വഴികളായിട്ട് മെയിൻ വഴി തിരിയുക. ജനം മുഴുവനും ഇങ്ങനെ ആർത്ത് വിളിച്ച് കൊട്ടാരത്തിലേക്ക് പോവാണ്. ഈശോയെ കൊണ്ടുപോയിട്ട് സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി പോകണം. കർത്താവ് ഇങ്ങനെ പുറകെ കൂടെ വരുന്നുണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഈശോ അവിടെ ഇല്ലേ? ഉണ്ട്. കഴുതപ്പുറത്ത് ഈശോയുണ്ട്. നല്ല ആർപ്പുവിളികളുണ്ട്, ജൈവിളികളുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പണി പറ്റിച്ചു. എല്ലാവരും അപ്പുറത്തേക്ക് പോയി, ഈശോ ദേവാലയത്തേക്ക് ഇപ്പുറത്തേക്ക് പോയി. അന്ന് തുടങ്ങി കർത്താവിനോട് കലിപ്പാരംഭിച്ചു. ഇവനെ കൊണ്ടൊരു കാര്യമില്ല, ഇവൻ നമുക്ക് അപ്പം തരാനും പോണില്ല, ഇവനിനി സൗഖ്യം തരാനും പോണില്ല, ഒന്നും ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് ഇനി ഇവനെ വെച്ചിട്ടൊരു കാര്യമില്ല, ഇല്ലേ? നമുക്ക് ഉപകാരം കിട്ടില്ല എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു വ്യക്തിയിൽ നിന്ന് ഒരു ഉപകാരം കിട്ടാൻ പോകില്ല എന്ന് കണ്ടാൽ നമ്മള് ശക്തിയില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ തട്ടിക്കളയും. അതുപോലെയാണ് അവരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ നോക്കും. ഒരു ഉപകാരം ഇല്ലാത്ത സാധനങ്ങളെ മാറ്റിക്കളയും. ഞാൻ ഈ ആലപ്പുഴയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് ചങ്ങനാശ്ശേരി രൂപതയിലായിരുന്നു കാറ്റീസം പഠിപ്പിക്കാൻ പോയത്. അപ്പൊ ഞാൻ ഈ 10ാം ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അവരെ കുട്ടികളുടെ അന്ന് +2 ഒന്നുമില്ല, 10ാം ക്ലാസ് വരെയുള്ളൂ. അപ്പൊ 10ാം ക്ലാസ്സിൽ ബ്രദർ പഠിപ്പിക്കുന്നു. ബ്രദർ എല്ലാ ദിവസവും, ബ്രദർ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എല്ലാ ദിവസവും കുട്ടികളുടെ വീടുകളിലേക്ക് പോകും, ഓരോരോ വീടുകളിലേക്ക് പോകും. ജാഥ പോണ പോലെയാണ് പോകുന്നത്. ഈ പിള്ളേരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ഒരു വീട്ടിലേക്ക് ഞങ്ങൾ പോകും. അങ്ങനെ ഒരു ദിവസം ഒരു വീട് സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ, അതൊരു പയ്യന്റെ വീടാണ്, കാറ്റീസം പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ വീടാണ്.
മനോഹരമായിട്ടുള്ള ഒരു വീട്, വളരെ മനോഹരമായിട്ടുള്ള വീട്. ഞാനിങ്ങനെ ഏത് വീട്ടിൽ ചെന്നാലും അതിന്റെ മുക്കും മൂലയൊക്കെ പരിശോധിക്കും. വൃത്തിയും വെടുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തരുന്ന വെള്ളം കുടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. മൂലക്കിലൊക്കെ ഈ മാറാമ്പൽ ഇരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം വെടുപ്പും വൃത്തിയും കറക്റ്റായിട്ട് ഇല്ല എന്നാണ്. അപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി, ഒരു തരി മാറാമ്പല പോലും ഇല്ല, എല്ലാം ക്ലീനാണ്. കസേരകളൊക്കെ കറക്റ്റ് ഓർഡറിലാണ്, എല്ലാം മനോഹരമായിരിക്കുന്നു. ഇപ്പൊ ഞങ്ങളിങ്ങനെ ഓരോരോ മുറികളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. എല്ലാ മുറിയും അടിപൊളിയാണ്. നമ്മുടെ വീടുകളിലേക്ക് പോയാലോ, അച്ഛൻ വരുന്നുണ്ട് കാണുമ്പോൾ ഒരു വലിയ ബെഡ്ഷീറ്റ് ഇട്ട് കട്ടിലങ്ങ് മൂടിയിടും അല്ലേ, അതിന്റെ അടിഭാഗം ഞാൻ തുറന്ന് കണ്ട തല കറങ്ങി വീഴും. പ്രിയപ്പെട്ടവരെ, മുഷിഞ്ഞ വസ്ത്രങ്ങളും ഉണക്കിക്കൊണ്ടുവന്ന് വാരി വലിച്ചിട്ട വസ്ത്രങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീട്. തിരിച്ചു പോരാൻ നേരത്ത് ഞാൻ ഇവരെ അഭിനന്ദിച്ചു. നിങ്ങൾക്കിങ്ങനെ നല്ല മകനുണ്ടായി, നല്ല മാതൃക കൊടുത്തു, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ഇനി ഇതുപോലത്തുള്ള ധാരാളം കുടുംബങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയൊക്കെ നടത്തി തിരിച്ചു പോന്ന് ഇറങ്ങി. പടി കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ പയ്യൻ അവിടെ നിന്ന്, ബാക്കിയുള്ളവരെ ഞാൻ ഇവിടെ തിരിച്ചു പോരാണ്. ഈ പിള്ളേരൊക്കെ എന്നെ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്താണ് ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബ്രദറിനെ അവര് പറ്റിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണ് പറ്റിച്ചത്, എന്ത് സംഭവിച്ചത്, എല്ലാം കറക്റ്റായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും. ബ്രദറെ ഒരു മുറിയിലേക്ക് അവര് ബ്രദറിനെ കൊണ്ടുപോയില്ല, അത് നോക്കിയായിരുന്നു. മുകളിലെ ഒരു മുറിയിലേക്ക് മാത്രം എന്നെ കൊണ്ടുപോയില്ല. എന്നോട് അവർ പറഞ്ഞു, പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കൂട്ടിയിരിക്കുന്ന ഒരു മുറിയാണ്, ഈ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ അത് വലിച്ചുവാരി ഇടാതിരിക്കാൻ വേണ്ടി എല്ലാം ഒതുക്കി പറക്കി ഒരു മുറിയിലാക്കിയിട്ടാണ്. ഇല്ല, നമ്മുടെ വീട്ടിലില്ല അങ്ങനെ ഒരു മുറി, അങ്ങനെ ഒരു മുറിയുണ്ട്. എന്നിട്ട് ഈ പിള്ളേർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, അച്ഛാ ആ മുറിക്കകത്ത് എന്താണെന്ന് അറിയാമോ? ബ്രദറിന് അറിയില്ല. ആ മുറിയിലാണ് അവിടുത്തെ അപ്പാപ്പനും അമ്മമ്മേനും അടച്ചു കൂട്ടിയിട്ടിരിക്കുന്നത്. പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മുറി, അത് തുറക്കാറില്ല അത്ര. പിള്ളേർ അവിടെ ഇവിടെയൊക്കെ വലിച്ചുവാരി കൊണ്ടുവന്നിടുന്നു. നമ്മളെ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ തള്ളിക്കളയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ പ്രായമാകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയാണ്. വേണ്ടാന്ന് തോന്നിയാൽ തള്ളിക്കളയും. നിങ്ങൾ അച്ഛന്മാരെ ശ്രദ്ധിച്ചിരുന്നു, ട്രാൻസ്ഫർ ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലേ, മദറിന് ഇന്നലെ പള്ളി അവിടെ വിഷയം വന്നപ്പോൾ ഞങ്ങളൊരു സിസ്റ്ററിന്റെ ഫീസ്റ്റ് ഉണ്ടായി. അപ്പോൾ അവിടെ ഭക്ഷണം ചെയ്യായിരുന്നപ്പോൾ മദറിനൊക്കെ ഈ മെയ് മാസത്തിൽ മാറ്റം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ നല്ല മദർ വന്നാൽ മതിയായിരുന്നു ഇനി എന്ന് പറഞ്ഞപ്പോൾ ഇവര് പറയാണ്, ഇതുപോലെ തന്നെ ഞങ്ങൾ അച്ഛന്മാര് മാറി വരുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? എന്തെന്നാ പ്രാർത്ഥിക്കാറുള്ളത്? കർത്താവെ ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ വന്നാൽ മതിയാവും അല്ലേ, അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത് ഇല്ലേ? എന്നോട് പറയാനുള്ള മടി കൊണ്ടാണ്, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം, കർത്താവെ ഒരു ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരൻ അച്ഛൻ വന്നാൽ മതിയായിരുന്നു. ഇനി മറ്റൊരു വാക്കി പറയാം, കർത്താവെ വയസ്സന്മാരെ ഒന്ന് കൊണ്ടല്ലേ ഇല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? വയസ്സന്മാരൊന്നും ഓ അനുഗ്രഹം ഇവിടെ മലയുള്ളത് കൊണ്ട് കനകമലയിലേക്ക് വയസ്സനച്ഛന്മാരെ വെക്കില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ഇപ്പൊ ചെറുപ്പമാണ്, പ്രായമാകും തോറും പേടിയാണ്. കാരണം ആർക്കും വേണ്ട, അച്ഛന്മാരെ പ്രത്യേകിച്ച് ആർക്കും വേണ്ട, വയസ്സായ അച്ഛന്മാരെ ആർക്കും വേണ്ട. പാവങ്ങൾ ഈ വൈദിക മന്ദിരത്തിൽ പോയി കാണുമ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. ഒരാൾ പോലും ഇല്ല തിരിഞ്ഞു നോക്കാനായിട്ട്. കയ്യിലുള്ളതൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഇട്ടേച്ചു പോകും. ഇന്ന് ഈ വചനം വായിച്ചപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈശോയാണ് നമ്മുടെ രാജാവ്. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ പ്രജകളാണ്. നമ്മുടെ രാജാവിന്റെ കയ്യിൽ അനേകം സമ്പത്തുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും നമ്മുടെ രാജാവിന്റെ സ്വന്തമാണ്. അപ്പൊ നമ്മൾ പ്രജകളായി നമ്മൾ അപ്പനോട് പോയിട്ട് നന്നായിട്ടൊന്ന് ചോദിച്ചാൽ മതി, അപ്പ രാജാവേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് മക്കൾ പോയി കരഞ്ഞു കഴിഞ്ഞാൽ തരാണ്ടിരിക്കുമോ? ഒരിക്കലും തരാണ്ടിരിക്കില്ല. ഞാൻ ഈ മാരാങ്കോട് പള്ളിയിലെ ആയിരിക്കുമ്പോൾ, മാരാങ്കോട് ആരെങ്കിലും ഉണ്ടോ അവിടെ? മാരാങ്കോട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? മാരാങ്കോട് ഇല്ല. മാരാങ്കോട് പള്ളിയിൽ വെള്ളിയാഴ്ച ശുശ്രൂഷ നടത്താറുണ്ട്. വെള്ളിയാഴ്ച ഇങ്ങനെ ധാരാളം പേര് വരും പള്ളിയിൽ വചനം കേൾക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഒരു ഇടവകയില് മാരാങ്കോടുള്ള ഒരു വല്യമ്മ ഭയങ്കര കരച്ചിലും ബഹളമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. കരച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കരച്ചിലൊക്കെ നിർത്തി കാര്യം പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛാ എൻ്റെ 3 പവൻ തൂക്കമുള്ള താലിമാല കാണാനില്ല അച്ഛാ. എത്ര പവനുണ്ട്? 3 പവൻ. ഇന്ന് താലിമാലയുടെ കാര്യം പറഞ്ഞ പുറത്താണ്. 3 പവൻ തൂക്കമുള്ള താലിമാലയെ കാണാണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വല്യമ്മയെ പോരണ വഴിക്കൊക്കെ അച്ഛാ എനിക്ക് അതൊന്നല്ല വിഷമം, ഈശോയാണ് എല്ലാം സംരക്ഷിക്കുന്നതെന്ന് അച്ഛൻ ഇവിടെ പറയാറില്ലേ? ഞാൻ എല്ലാ ദിവസവും കിടക്കുമ്പോൾ തന്നെയാണ് വല്യമ്മ താമസിക്കുന്നത്. കിടക്കുമ്പോൾ ഈ അമ്മാമ്മ ഒരു കാര്യം ചെയ്യും. ഈ അമ്മാമ്മ താലിമാല ഊരിയിട്ട് ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് തിരുഹൃദയ രൂപത്തിന്റെ പുറകിൽ വയ്ക്കും. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈശോ സംരക്ഷിക്കുമെന്ന്. കിടക്കുമ്പോൾ കള്ളം കയറിയാലും തന്നെ കൊന്നാലും ഈ മാല പോകാൻ പാടില്ല. അതുകൊണ്ട് മാതാവ് ഈ ഈശോയുടെ തിരുഹൃദയ രൂപത്തിന്റെ പുറകിൽ വെച്ചേക്കാണ്. ഞാൻ കുമ്പിടിയിലായിരിക്കുമ്പോഴും അങ്ങനെ ഒരു അനുഭവം. ഒരു വീടിന് തീ പിടിച്ച് കംപ്ലീറ്റ് കത്തിപ്പോയി. എല്ലാം കത്തി ഒക്കെ പുറത്തേക്ക് ഇട്ടങ്ങനെ വലിച്ചു. അപ്പൊ അവര് എടുത്ത് പുറത്തേക്ക് ഇടാത്ത ഒരു സാധനം മാത്രമേ ഉള്ളൂ, ഈശോയുടെ തിരുഹൃദയ രൂപം. അതിന് മാത്രം തീ പിടിച്ചിട്ടില്ല, അത് അവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനെ അവര് ചെന്നിട്ട് എല്ലാം എടുപ്പാക്കാനായിട്ട് അതും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോ ചേച്ചി ഓടി വന്നിട്ട് അതിന്റെ പുറകിൽ നിന്ന് ഒരു പൊതിക്കെട്ടെടുത്ത് പോയി. അവിടെ പോയി പറയുന്നുണ്ട് ഇന്നത്തെ സംഭവം എന്നറിയാമോ? അതിന്റെ പുറകിലാണ് സ്വർണ്ണം സൂക്ഷിച്ചിരുന്നത്. ഏകദേശം ഒരു 100-101 പവൻ സ്വർണം അതിന്റെ പുറകിൽ സൂക്ഷിച്ചിട്ടായിരുന്നു. അതൊഴികെ ബാക്കിയെല്ലാം ഈശോ സംരക്ഷിക്കും. അപ്പൊ ഈ വല്യമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവിന്റെ കയ്യിൽ കൊടുത്ത സാധനമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, എനിക്ക് ആ സാധനം തിരിച്ചു തരണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു കർത്താവിന്റെ കയ്യിൽ കൊടുത്ത സാധനമല്ല, അതങ്ങനെ തിരിച്ച് ഇങ്ങനെ വെറുതെ പോകാൻ പാടില്ല. അപ്പൊ ഞാൻ ഈ വല്യമ്മോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വല്യമ്മ തിരിച്ചു ചെല്ലുമ്പോൾ ഈ മാല വീട്ടിൽ നിന്ന് കിട്ടിയാൽ വല്യമ്മ എന്ത് തരും ഈശോ? വല്യമ്മ പറഞ്ഞു, 3 ദിവസം എൻ്റെ അച്ഛ ഈ മാല പോയിട്ട് ഇത് കിട്ടാനൊന്നും പോകില്ല. ഞാൻ പറഞ്ഞു കിട്ടിയാൽ എന്ത് തരും? അപ്പൊ പറഞ്ഞു 3 പവനിൽ 1 പവന്റെ പൈസ ഔസേ പിതാവിന് കൊടുത്തത്. ഔസേ പിതാവിന്റെ പള്ളിയാണ്. അപ്പൊ ഈ വല്യമ്മ പറയാ, ഔസേ പിതാവിന് 1 പവൻ കൊടുക്കും, ബാക്കി 2 പവനേക്ക് മതി. 3 പവൻ തിരിച്ചു കിട്ടിയാൽ 1 പവൻ ഔസേ പിതാവിന് കൊടുക്കും. വല്യമ്മ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് വാതിൽ തുറന്നപ്പോ നേരെ ഫ്രണ്ടില് ഈ കടലാസ് പൊതി കിടക്കാണ്. ഞാൻ കൊണ്ടിട്ടതല്ല, അത് എലി എടുത്തോണ്ട് പോയതായിരുന്നു. എലി കടിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോ തിന്നാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പേപ്പറൊക്കെ കടിച്ചു വലിച്ചിട്ടുണ്ട്, കുറച്ച് സ്വർണത്തിന്റെ ഭാഗങ്ങളൊക്കെ കടിച്ച് ഞെരക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ താഴെ വീണെടുക്കാണ്. കറക്റ്റ് സമയത്തിന് എലിയുടെ കയ്യിൽ നിന്ന് ഈ പൊതി താഴെ വീണത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ വല്യമ്മയ്ക്ക് താലിമാല തിരിച്ചു കിട്ടി. വല്യമ്മ ഭയങ്കര സന്തോഷത്തോടു കൂടെ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ താലിമാല തിരിച്ചു കിട്ടിയ അച്ഛാ, 3 പവന്റെ താലിമാല എനിക്ക് തിരിച്ചു കിട്ടിയ അച്ഛാ. അപ്പൊ ഞാനിങ്ങനെ കൈ കാണിച്ചു. എന്താണ് 3 പവന്റെ താലിമാല തിരിച്ചു കിട്ടിയ 1 പവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, വല്യമ്മേ അപ്പൊ 1 പവൻ അത്രയ്ക്കൊന്നും ആക്കണ്ട അച്ഛാ, ഞാൻ 101 രൂപ നോട്ടുമാല ഇടുന്നുണ്ട്. എന്തായാലും 1 പവൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് സംഭവം കിട്ടിക്കഴിഞ്ഞപ്പോ വല്യമ്മ പറയാണ്, ഞാൻ 101 രൂപ നോട്ടുമാല ഇടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ടെന്ന് ഒന്ന് വെറുതെ ഓർത്തോളൂ. വല്ല നേർച്ചകളൊക്കെ നേർന്നു കഴിയുമ്പോൾ നമ്മൾ സൂത്രപ്പണികൾ കണ്ടെത്തും. ഞാൻ ചെട്ടിക്കാട് പള്ളിയിലേക്ക് എല്ലാ ചൊവ്വാഴ്ച ഞാൻ ചെട്ടിക്കാട് പോകാറുണ്ടായിരുന്നു, ഞാൻ അച്ഛനാവുന്നതിന് മുമ്പ്. അപ്പൊ അങ്ങനെ അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഫോട്ടോ കൊണ്ടുവരുന്നതും സ്വർണ്ണങ്ങളൊക്കെ അന്തോണിസിന്റെ കഴുത്തിന് ചവറ് പോലെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാനൊരു നേർച്ച നേർന്നു, എനിക്കൊരു നല്ല ജോലി കിട്ടിയ ഞാനൊരു 1/2 പവന്റെ മാല കൊണ്ടുവന്ന് അന്തോണിസിനോട് നേർച്ച എടുക്കുമ്പോൾ ഞാനൊരു നേർച്ച നേർന്നു. ഭാഗ്യത്തിന് എനിക്കങ്ങനെ ജോലി കിട്ടിയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചെട്ടിക്കാട് പിന്നെയൊക്കെ പോകുമ്പോൾ അവസരം കിട്ടുമ്പോൾ അന്തോണിസിനാണ്ട് അടുത്തും പറയും, ജോലി കിട്ടിയാലല്ലേ മാല തരാന്ന് പറഞ്ഞ. എനിക്കിപ്പോ ജോലിയല്ല, ശുശ്രൂഷയല്ലേ, അതുകൊണ്ട് അന്തോണിസുണിയാളൊന്ന് കണ്ണടച്ചേക്ക് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചായപ്പൻകുടിയിലായിരിക്കുന്ന സമയത്ത് അന്തോണിസുണിയാന്റെ പെരുന്നാൾ നടക്കുമ്പോൾ ഞാനൊരു ദിവസം ഒരു സ്വപ്നം കണ്ടു. നിനക്ക് ജോലി എന്ന് പറഞ്ഞ് ഈ ദൈവമക്കളെ നയിക്കുന്നത് നിനക്ക് തന്നപ്പോൾ ജോലിയാണ്. നിന്നെ ഇത്രയും നല്ല സ്ഥാനത്തേക്ക് ഞാൻ തെരഞ്ഞെടുത്തതിന് നീ എനിക്ക് 1/2 പവൻ കൂടെ തന്നേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും, രൂപം ഇറക്കിയ സമയത്ത് ഞാൻ 1/2 പവന്റെ മാല അന്തോണിസുണിയാന്റെ കഴുത്തി വാങ്ങിച്ചുകൊണ്ട് ഇട്ടു, കടബാധ്യത തീർത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജാവിന് അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കണം. അത് അവൻ വർദ്ധിപ്പിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരും. നിങ്ങൾ പള്ളിയിലൊക്കെ പിരിവൊക്കെ കൊടുക്കണവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊടുക്കുന്നവര് തന്നെ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കും, കൊടുക്കാത്തവര് ഒന്നും കൊടുക്കില്ല. എന്താ അതിന്റെ കാരണം? കൊടുക്കുന്നവര് പിന്നെയും കൊടുക്കാനുള്ള കാരണം എന്താ കാരണം? കൊടുക്കുന്നവർക്ക് ഒരിക്കലും ഒരു കുറവ് കർത്താവ് വരുത്തില്ല. അത് അവർ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പിന്നെയും ഇങ്ങനെ കൊടുക്കുന്നത്. കൊടുക്കാത്തവർക്ക് അതവിടെ കുഴിച്ചിട്ടിട്ടായിരിക്കും, അവിടെ ഇരിക്കും. ഒരു നാണയം കുഴിച്ചിട്ടതുപോലെ അവിടെ ഇരിക്കും. അന്ത്യവിധി ദിനത്തിൽ ഈ സംഭവങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് നരകശിക്ഷ വാങ്ങിച്ചു തരും. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ കയ്യിൽ അധികമുള്ളതൊക്കെ മറ്റുള്ളവർക്കുള്ളതാണ്. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന നീ കൊടുക്കണം, കർത്താവിന്റെ കയ്യിൽ നീ വാങ്ങി കൊടുക്കണം. ഇന്ന് ഞാനവിടെ കയറി വരുമ്പോൾ ഞാൻ 8ാം സ്ഥലത്തിന്റെ അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ ഇന്ന് മല കയറി വരുന്നവർക്ക് ഒരു അത്ഭുതം കാണിച്ചു കൊടുക്കണേ. അപ്പൊ തന്നെ എനിക്ക് അത്ഭുതം കാണിച്ചു തന്നു കർത്താവ്. പടയെന്ന് പറഞ്ഞിട്ട് മഴ പെയ്തു, മുഴുവൻ നനഞ്ഞു വിളിച്ചു. ഒരു ചേട്ടൻ പുറകെ കൂടെ വന്നത് ഒരു കുട എൻ്റെ തലയിൽ ചൂടിക്കാൻ ശ്രമിച്ചു. ഒരു കൊച്ചു കുട, അതിൽ ആൾക്ക് നനയാതിരിക്കണം, എന്നെയും നനയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മല കയറുമ്പോൾ 2 പേര് കയറിയുള്ള അവസ്ഥ നമുക്കറിയാലോ. നനഞ്ഞു കുളിച്ച് ഇവിടെ വന്നപ്പോൾ ബാഗിലുണ്ടായി ഉടുപ്പും നനഞ്ഞു, പാൻറ്റൊക്കെ നനഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥയില്ലേ? നനഞ്ഞവരിയ്ക്കുമ്പോൾ നനഞ്ഞിട്ടുണ്ടാരെങ്കിലും അവിടെ ഇരിക്കുന്നവർക്ക് നനയുണ്ടാകും. അപ്പൊ ഈ നനഞ്ഞതിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കുർബാന ചൊല്ലുന്ന അത്ഭുതം എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും കർത്താവെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുകയാണ്. നമ്മളും ഇവിടെ ഒരു അത്ഭുതം കണ്ടു അല്ലേ? എന്താ അത്ഭുതം കണ്ടത്? ഞാൻ വിചാരിച്ചത് മദറൊക്കെ പറന്നുപോയി. ഇനി ഇങ്ങനെ മഴ പെയ്തതും കാറ്റടിച്ചതും എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമലൊക്കെ വന്നതിന്റെ പേരിലാണോ അറിഞ്ഞുകൂടാ. എന്തായാലും പ്രിയപ്പെട്ടവരെ, ചിലർ വരുമ്പോൾ കാറ്റും മഴയുണ്ടാകും.
പക്ഷേ ആ കാറ്റും മഴയൊക്കെ കർത്താവ് അങ്ങ് എടുത്തു മാറ്റും. കുറേ പേരുടെ ഹൃദയം ക്ലീൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കാറ്റും മഴയൊക്കെ വന്നതെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഈശോയുടെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങാണ്. നമുക്ക് ഇന്ന് ധ്യാനിക്കാം, എൻ്റെ കർത്താവിനെ എൻ്റെ രാജാവായി ഞാൻ വണങ്ങുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ സർവസ്വമായിട്ട് എൻ്റെ ഈശോയെ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പല കാര്യങ്ങൾക്കൊക്കെ പോയി കൂട്ടത്തിൽ കൂടെ കൊടുക്കുന്നതാണോ ഈശോയ്ക്കുള്ള പ്രാധാന്യം? നമുക്ക് ധ്യാനിക്കാം. ഈശോയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുക. എന്തെങ്കിലുമൊക്കെ കടബാധ്യതകൾ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുത്തു വീട്ടാനായിട്ട് നമുക്ക് ഉദ്ദേശിക്കും. നമ്മുടെ ജീവിതം ഈശോ ദാനമായി തന്നതാണ്. അവിടത്തേക്ക് വേണ്ടി പ്രവർത്തിക്കണം. അവിടത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പറ്റാവുന്നത്ര നന്മ മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവമൊത്തത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, സ്നേഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേമിലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മലവധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയുവാനും നിന്നിൽ ശാശ്വത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലൂടെ ഈ ലോകം മുഴുവനിലേക്കും അങ്ങ് വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദ്രകത്താൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായി ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. ചെയ്യട്ടെ.
നമ്മുടെ കൂടെ ബലവാന കർത്താവിനെ ജയിക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയും ചെറിയവരെല്ലാം വലിയവരും കാത്തുവസിക്കുന്നു മൃഗരെല്ലാം മഹിതോൽക്കാതെ ശരണം തേടുന്നു ബുദ്ധിവനായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും തോന്നും പ്രാർത്ഥനയും പശ്ചാത്താപവും നിത്യം വാഴ്ത്തിയിടാം. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേ.
ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ തിന്മകളിൽ നിന്നും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം യോഗ്യതയോടുകൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. സ്വർഗവാസികളുടെ ആയിരങ്ങളോടും മാലാഖമാരുടെ 10,000-ങ്ങളോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ഈശ്വരു സദനം ഉഷാന 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 മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് കൈകൾ കൂപ്പാം, കണ്ണുകളെ അടയ്ക്കാം, ഈശോയെ ധ്യാനിക്കാം. ഇന്നത്തെ ഓരോ പ്രാർത്ഥനാ നിയോഗത്തെയും അവിടുത്തെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്ന അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു,
ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയി ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയും അവിടുത്തെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന ഈ സഹോദരങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും പ്രത്യേകമായി ഇന്നത്തെ തിരുക്രമങ്ങളെ ചേർത്ത് നടത്തുന്ന ഗ്രേസ് കമ്മൽ വടാശ്ശേരിക്ക് വേണ്ടിയും സ്വപ്ന ജിനോയ് പടയാട്ടിക്ക് വേണ്ടിയും ഏലിക്കുട്ടി മത്തായിക്ക് വേണ്ടിയും സാമുവൽ ജോസ് കവന്നുകാട്ടിന് വേണ്ടിയും പൊട്ടത്തവറൽ വർഗീസ് ജോയ്ക്ക് വേണ്ടിയും നിജോമോൻ ഡേവിസ് കൈതാറിന് വേണ്ടിയും ജുവാൻ അന്ന ബിജുവിന് വേണ്ടിയും തിരുനാൾ ദിനത്തിലെ തിരുക്രമങ്ങൾക്ക് വേണ്ടി പ്രസിഡന്റിമാരായി നിയോഗങ്ങൾ സംഭവിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് അന്ന മൊറീസ് അരഞ്ഞിക്കൽ സഹോദരിക്ക് വേണ്ടിയും ഈ കുരിശുമുറിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും തിരുനാൾ ദിനത്തിൽ ബലിയർപ്പിക്കാനായി മലയിലേക്ക് കയറി വരുന്ന എല്ലാവർക്കും വേണ്ടിയും രോഗികളായി കഴിയുന്ന അനേകം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ ലോകം മുഴുവനിലും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. നമുക്ക് കൈകൾ കൂപ്പാം, കണ്ണുകളെ അടയ്ക്കാം, ശിരസ് നമിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ബലിവസ്തുക്കളിലേക്കും ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെന്ന് നമുക്ക് നിശബ്ദരായി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും
നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാൻ സമീപിക്കാം. അന്താപിളാക്കുന്ന ശരണത്തോടെ അബ്രാഹിമിന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സാരതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരയുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ, ഇപ്പോഴും എന്നേക്കും. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ.
മുഖത്തൊരു മുത്തം നൽകി മുള്ളുകളിൽ മുഖത്തിൽ വിങ്ങുന്ന നൊമ്പരമേ സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോ സ്നേഹത്തോടെ മുത്തം വേദനയായി മാറിയപ്പോ ആ വേദനയ്ക്കൊരു പേരു നൽകിയ അതിൻ പേരല്ലോ സഹനം അതിൻ പേരല്ലോ സഹനം മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ മുഖത്തോടു മുത്തം നൽകി മുള്ളുകളിൽ മുഖത്തിൽ വീഴുന്ന നൊമ്പരമേ ക്ലേശത്തിനുള്ളുകൾക്കിടയിൽ വേദനയിൽ ഞാൻ പിടഞ്ഞു പരിഹാസവാക്കിൻ നടുവിൽ ഇടനെഞ്ചു നീറി കരഞ്ഞു ആ നേരമെൻ മുൻപിൽ തെളിഞ്ഞു ക്രൂശിതമാതൃരൂപം ആശ്വാസത്തോടെ ഞാൻ നുകർന്നു ആദിവ്യനാഥന്റെ സ്നേഹം ആദിവ്യനാഥന്റെ സ്നേഹം മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ മുഖത്തോടു മുത്തം നൽകി മുള്ളുകളിൽ മുഖത്തിൽ വിങ്ങുന്ന നൊമ്പരമേ പരിശുദ്ധാൻ വാർത്താൽ ശുദ്ധർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യം സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃത്യയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധമായ ദിവരഹസ്യങ്ങൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് അങ്ങ് ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേക്ക് നന്ദി പറയാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, പരിശുദ്ധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. നമുക്കേറ്റവും ഭക്തിപൂർവ്വം വിശുദ്ധന്റെ നൊവേനയിൽ പങ്കുചേരാം. ഇന്നത്തെ പ്രസിദ്ധന്തിമാർ ഓരോരുത്തരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് വിശുദ്ധന്റെ കരങ്ങളിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗത്തിൽ നിന്നും നീ വരൂ, ജീവനായി ഞങ്ങളിൽ വന്നു
നൽകൂ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുസുതൻ ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹത്തിന്റെ പാതയിലൂടെ നയിക്കപ്പെടാനും ത്യാഗം സഹിച്ച് വിശ്വാസ വഴിയിലൂടെ യാത്ര ചെയ്യാനും പ്രത്യാശാഭരിതമായ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ വ്യാപരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് മനസ്തപിക്കുന്നു. അങ്ങയുടെ ദാസനായ തോമാസ് ശ്ലീഹായെ ഭാരതത്തിന്റെ അപ്പോസ്തലനും ഞങ്ങളുടെ പിതാവുമായി നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ ശ്ലീഹായുടെ കാൽപ്പാടുകൾ പിൻചെന്ന് ക്രിസ്തുവിനെ സജീവ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഭാരത അപ്പോസ്തലനും ഞങ്ങളുടെ പിതാവുമായ തോമാസ് ശ്ലീഹായെ അങ്ങേ മധ്യസ്ഥം വഴി വിശ്വാസ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന അന്ധകാര ശക്തികളെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിക്കളയാൻ ശക്തി തരണമേ. ക്രിസ്തുവിലാഹ്വാനം ശ്രമിച്ചു മാത്രമേ വഞ്ചിയും വലയും ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ച തോമാസ് ശ്ലീഹായെ അനുദിന ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്ത് സഞ്ചരിച്ച ദിവ്യഗുരുവിനെ മരണം വരെ അനുധാവനം ചെയ്ത അങ്ങയെപ്പോലെ വെല്ലുവിളികളുടെയും ജീവിത പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ക്രിസ്തുവിനെ പിൻചൊല്ലുവാനും സത്യത്തിന് സാക്ഷികളാകുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും മാർത്തോമാസ്ലിഹായുടെ ശക്തിയുള്ള മധ്യസ്ഥം വഴി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സുവിശേഷ പ്രഘോഷണത്തിനായി ഭാരതത്തിലെത്തിയ മാർത്തോമാസ്ലിഹായെ അങ്ങയെപ്പോലെ ക്രിസ്തു സുവിശേഷം പ്രഘോഷിക്കുവാൻ ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനും ഞങ്ങളുടെ അഭിഷിക്തരും സമർപ്പിതരും മേലധികാരികളും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറയുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളിലും വ്യഥകളിലും ദൈവപരിപാലനം ദർശിക്കുവാനും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കൂട്ടായ്മകളിലും ഐക്യവും സമാധാനവും നിറയുവാനും കൃപയേകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെ വലയുന്നവർക്ക് തൊഴിലും, യുവതിവാക്കൾക്ക് അനുയോജ്യമായ ജീവിതാന്തസ്സും, മക്കളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തോമാസ് ശ്ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച എല്ലാ ദൈവമക്കളും എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം വഴി ദൈവാനുഭവത്തിൽ ആഴപ്പെടാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അലയിച്ചും ഭിന്നിച്ചും കഴിയുന്നവർക്കും ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവർക്കും നിരാശയ്ക്ക് അടിമകളായി കഴിയുന്നവർക്കും മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ
ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരും ശാരീരികവും ആത്മീയവുമായ എല്ലാ ബലഹീനതകളിലും രോഗങ്ങളിലും വേദനകളിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളുടെ സ്വാധീന വലയങ്ങളിൽ നിന്നും നിങ്ങൾ മോചിതരാകട്ടെ. കൃപാനിധിയായ ദൈവമേ, അങ്ങേപ്പക്കൽ ഓടിയണയുന്ന ക്ലേശിതരും ദുഃഖിതരും പീഡിതരും നിസ്സഹായരുമായ എല്ലാവർക്കും അവ ക്ഷമയോടെ സഹിക്കുവാനുള്ള ശക്തി നൽകുമാറാകണമേ. നിങ്ങളുടെ ജീവിതം ഒരു ദഹന ബലിയായി പരമപിതാവിന് കാഴ്ചവെക്കാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. രോഗികളെ സൗഖ്യമാക്കിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സൗഖ്യ സ്പർശനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. മാർത്തോമാ ശ്ലീഹായെ നമുക്ക് പിതാവായി നൽകിയ ദൈവത്തിന് സ്തുതിയും നന്ദിയും അർപ്പിക്കാം. സുവിശേഷം പ്രസംഗിക്കുവാനും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനുമായി തനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം ഗലീലി കടൽ തീർത്ത് ഉപേക്ഷിച്ച മാർത്തോമാ ശ്ലീഹായെ നമുക്ക് അനുകരിക്കാം. വിശ്വാസം സംരക്ഷിക്കുവാനും സന്മാർഗത്തിൽ ചരിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. എല്ലാവിധ രോഗങ്ങളിലും ആകുലതകളിൽ നിന്നും നിങ്ങൾ വിമോചിതരാകട്ടെ. ആരോഗ്യമുള്ള ശരീരത്തോടും നിർമ്മലമായ ആത്മാവോടും കൂടെ സൗഭാഗ്യകരമായ ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥ സഹായവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങളേറ്റ് നടത്തിയ 7 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഗ്രേസ് കമൽ വടാശ്ശേരി താഴൂരിൽ നിന്ന്, സ്വപ്ന ജിനോയ് പടയാട്ടി കുമ്പിടിയിൽ നിന്ന്, ഏലിക്കുട്ടിയമത്തായി കോൺവെന്റിൽ നിന്ന്, സാമൂൽ ജോസ് കവുന്നുകാട്ടിൽ ചായപ്പൻകുടിയിൽ നിന്ന് അവരുടെ ബർത്ത്ഡേ ആണ്. എല്ലാ ആശംസകളും നേരുന്നു. കൊട്ടത്തോറമ്പിൽ വർഗീസ് സിജോ, നിജോമോൻ ഡേവിസ് കൈതാരൻ അന്നമനടയിൽ നിന്ന്, ജുവാൻ അന്ന ബിജു മൂക്കനാമറമ്പിൽ 7 പേർക്കും നന്ദി പറയുന്നു. നാളത്തെ നവനാളിന്റെ 9ാമത്തെ ദിവസമാണ് നാളത്തെ തിരുക്കർമ്മങ്ങളേറ്റ് നടത്താൻ ഇതുവരെ പേരുകൾ ഏൽപ്പിച്ചിട്ടുള്ളവർ കള്ളിയത്തുപറമ്പൻ ജോൺസൺ ബേബി കോൺവെന്റിലെ നിയോഗമാണ്. 2 നിയോഗങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം ഒരുമിച്ച് കൂടാം, ബലിയർപ്പിക്കാം. നമുക്കറിയാം, ഇത് ഒരു ഇടവകയല്ല, ഇതൊരു തീർത്ഥകേന്ദ്രമാണ്. എവിടുത്തെ തീർത്ഥകേന്ദ്രമാണ്? നമ്മുടെ രൂപതയുടെ തീർത്ഥകേന്ദ്രമാണ്. കനകമല ഇടവപ്പള്ളിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കില്ല, കാരണം അത് ഇടവകയാണ്. പക്ഷേ ഇവിടെ കുരിശുമുടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇത് നമ്മുടെ രൂപതയുടെ തീർത്ഥകേന്ദ്രമാണ്. നമ്മുടെ രൂപതയിലെ വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. മറ്റ് തീർത്ഥാടന ദേവാലയങ്ങളുണ്ട്, താഴേക്കാടുണ്ട്, പറപ്പുക്കരയുണ്ട്, മാപ്രാണം പള്ളിയുണ്ട്, തീർത്ഥകേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് കാറിന് പോവാം, അല്ലേ? അപ്പോൾ കൂടെ ഒരു വണ്ടി വിളിച്ച് കാറിന് പോയി അതിൻ്റെ പടിക്ക് ഇറങ്ങി നേർച്ചയ്ക്ക് ഇട്ട് പ്രാർത്ഥിച്ചു പോരാം. പക്ഷെ കനകമലയ്ക്കുള്ള പ്രത്യേകത എന്താണ്? 3-ാം മണി അടിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് പോരാന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് പോരാന്ന് വെച്ചാൽ നടക്കുമോ? നടക്കില്ല. ഞാനിവിടെ ഒരു നവനാൾ നടന്നപ്പോൾ ഇവിടെ അധികം പേരുണ്ടായിരുന്നില്ല, ഒരു 14-15 പേരുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം. അപ്പം അന്ന് ആൾക്കാരില്ലല്ലോ എന്നുള്ളൊരു വിഷമം വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ്: ഇവിടേക്ക് വരുന്ന ഒരാൾക്ക് 100 പേരുടെ പവറാണ്. ഇപ്പം നിങ്ങളിവിടെ 100 പേരുണ്ടെങ്കിൽ ഞാനിതിനൊരു 10,000 പേരുള്ള സമൂഹമായിട്ടാണ് കാണുക. കാരണം അത്രയ്ക്കും ശക്തി ഉണ്ടാവും ബലിയർപ്പിക്കാനായിട്ട് നിങ്ങൾ വരുമ്പോൾ. അനുഗ്രഹിക്കാതെ നിങ്ങളെ ഇവിടെ നിന്ന് വിടാൻ ഈശോയ്ക്ക് സാധിക്കില്ല. കാരണം അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വെറുതെ ഉറങ്ങിയെടുപ്പിച്ച് എൻ്റെ വന്ന കുർബാനയ്ക്ക് പോയേക്കാന്ന് തോന്നിയപ്പോൾ വന്നതല്ല, അല്ലേ? ഇന്നലെ ഒരുങ്ങിയിട്ടില്ല ഇങ്ങോട്ട് പോരാനായിട്ട്. ഒരാഴ്ചയായിട്ട്, ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ട് ഒരുങ്ങിയാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധത്തിലുള്ള പുണ്യങ്ങളും ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ലഭിക്കും. ഇത്രയും പ്രാർത്ഥനയുടെ അന്തരീക്ഷമുള്ളതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. ഈശോയുടെ പ്രത്യേകത എന്താ? ഈശോ നീതി സൂര്യനാണ്. സൂര്യൻ്റെ അടുത്ത് പോയിരുന്നാൽ, ഒരു തീ കത്തിച്ചു വെച്ചാൽ നമ്മൾ അതിൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്താണ്? നമ്മൾ ആ തീയെ ഇത്തിരി ചൂട് തരവും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ചോദിച്ചാലും ഇല്ലെങ്കിലും തീ കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് വരും. അതുപോലെയാണ് ഈ മലമുകളിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ, ദിവികാരുണ്യത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിവിടെ വന്നാൽ മതി, ഈശോയിൽ നിന്നുള്ള ധാരാളം അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും, വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നാളെ ഞായറാഴ്ച ഇവിടുത്തെ തിരുനാളാണ്, ഭാരത പ്രവേശന തിരുനാൾ. 2 തിരുനാളുകളാണ് ആഘോഷമായിട്ട് ഇവിടെ കൊണ്ടാടാറ്. ഒന്ന് ഈ ഭാരത പ്രവേശന തിരുനാൾ, നവംബർ 21-ാം തീയതിയാണ് തിരുനാൾ. ആ ഡേറ്റിനാണ് ഇവിടെ ആഘോഷിക്കാറ്, അല്ലേ? ഡേറ്റ് അല്ലേ? നവംബർ 21. അത് ഈ പ്രാവശ്യം ഞായറാഴ്ചയായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഞായറാഴ്ച ഭാരത പ്രവേശന തിരുനാൾ. 2ാമത്തെ തിരുനാൾ പുതു ഞായറാഴ്ചയാണ്. തോമാ ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പുതു ഞായറാഴ്ച.
ദുഃഖാന തിരുനാളും ആഘോഷിക്കാറുണ്ട്. അത് പ്രധാനമായിട്ട് താഴത്തെ ചടങ്ങുകളൊക്കെയാണ് അവസാനിപ്പിക്കാറ്. മലമുകളിലെ പ്രധാന ചടങ്ങുകളായിട്ട് ഇവിടേക്ക് 2 തിരുനാളുകളാണ് വരുന്നത്. പിന്നെ നമ്മൾ നോമ്പുകാലത്തൊക്കെ മല കയറി പ്രാർത്ഥിക്കാനായിട്ട് നിയോഗമൊക്കെ വെച്ച് വരാറുണ്ട്. ഈ മറ്റന്നാളത്തെ തിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനയ പിതാവിന് വേണ്ടി, രൂപതയുടെ സ്ഥലമാണിത്, രൂപതയുടെ തീർത്ഥകേന്ദ്രമാണ്. അഭിനയ പിതാവിനെ ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. പക്ഷേ അഴീക്കോട് തീർത്ഥകേന്ദ്രത്തിൽ ഈ തിരുനാളിൻ്റെ ആഘോഷം ഉള്ളതുകൊണ്ട് നേരത്തെ അവിടേക്ക് ബുക്ക് ചെയ്തതുകൊണ്ട് പിതാവ് അങ്ങോട്ട് പോകേണ്ടി വരും. 10:30-ക്കാണ് അവിടെ കുർബാന. അതുകൊണ്ട് പിതാവിന് ഞായറാഴ്ച ഇവിടേക്ക് എത്താൻ പറ്റില്ല. അതിന് പകരം ഡിസംബർ 3-ാം തീയതി വെള്ളിയാഴ്ച ഈ കുർബാന അഭിനയ പിതാവ് ആയിരിക്കും അർപ്പിക്കുക. ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മലമുകളിലേക്ക് കയറി വരണം, ബലിയർപ്പിക്കണം, അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ അഭിനയ പിതാവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ രൂപതാധ്യക്ഷൻ കൂടെയുണ്ട്, നമ്മുടെ എല്ലാ വൈദികരും കൂട്ടായ്മയുണ്ട്. ഒരുമിച്ച് ബലിയർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ കൂടുതൽ പേര് ഞായറാഴ്ചയാണ് പറ്റാവുന്നവർ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് കൂടുതൽ പേരെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചോളൂ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവ് സഫലമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തിരുശേഷിപ്പ് വണങ്ങാം. വരുമ്പോൾ ശുശ്രൂഷയ്ക്ക് സഹായിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടുള്ള പാത്രത്തിലിടുക. നേർച്ചയാണെങ്കിൽ നേർച്ചപ്പെട്ടിയിലിട്ടാൽ മതിയാകും. നമുക്ക് ജോൺസൺ ബ്രദറിനെ കാണാനും കൗൺസിലിങ്ങിനും താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങുക. പള്ളിയിൽ വെച്ചിട്ടായിരിക്കും ബ്രദർ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടേക്ക് ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ശുശ്രൂഷകൾ ഭംഗിയാകാൻ വേണ്ടിയിട്ടും ദൈവാനുഗ്രഹപ്രദമായി മാറാൻ വേണ്ടിയിട്ടും പ്രത്യേകം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കാം. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിപ്പോൾ 13 പ്രസിഡന്റുമാരാണ് ഉള്ളത്. ഒരാൾ മെയിനായിട്ട് ഏറ്റു നടത്തുന്ന ആളുണ്ട്. അത് ജർമ്മനിയിലുള്ള അന്ന മോറിസ് എലഞ്ഞിക്ക് എന്ന് പറഞ്ഞൊരു സഹോദരിയാണ്. ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. തനിച്ച് അവിടെ ജീവിക്കാമെന്ന് നമ്മളൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റിയാണ്. സഹായിക്കാൻ പ്രാർത്ഥിക്കണം. പിന്നെ ഒരു 13 പേരുണ്ട് നിയോഗങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളവർ. അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോൺസന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പ്രസിഡന്റുമാരൊക്കെ ചേർത്ത് കൊണ്ടുവന്നതാണ്. നിങ്ങളിന്ന് കയറി വന്നിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നിയായിരുന്നു? പുല്ലൊക്കെ വെട്ടി വെടുപ്പാക്കിയിട്ടുണ്ട്. ജോൺസന്റെ മോനും കൂടിയിട്ടാണ് അത് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. അപ്പോൾ നമുക്കൊരു നല്ലൊരു കയ്യടി കൊടുത്ത് ജോൺസനെ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.